നമസ്കാരം. ഈ ചില ഉഡായിപ്പ് പാസ്റ്റർമാരുടെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത വൻ തരികിടകളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർമാരുടെ ഈ രോഗസൗഖ്യം എന്ന് പറയുന്ന രോഗശാന്തി എന്ന് പറയുന്ന ഉഡായിപ്പിനെയൊക്കെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കാണാനിടയായി. പച്ചയ്ക്ക് വിശ്വാസികളുടെ മുന്നിൽ എനിക്ക് ഒരു ആഡംബര കാറ് വാങ്ങിക്കാനുള്ള പണം ഒരു പാസ്റ്റർ തെണ്ടുന്ന കാഴ്ച. നിങ്ങളുടെ ഉള്ളിൽ തോന്നുക ബ്രദർ, ഞാൻ ആ പൈസ തരാൻ തോന്നുവാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉള്ളില് കർത്താവ് അങ്ങനെ ഒരു പ്രേരണ തരുന്നുവെങ്കിൽ മീറ്റിംഗിന് ശേഷം എന്നെ ഒന്ന് കണ്ടാട്ടെ. പുതിയ വണ്ടി എടുക്കാൻ 8 മാസത്തെ കാത്തിരിപ്പ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് 5000 കിലോമീറ്റർ മാത്രം ഓടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി, ടൊയോട്ടയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൂടാതെ ഒരു 18 ലക്ഷം രൂപയും കൂടി വേണം. എക്സ്ട്രാ ഒരു 18 ലക്ഷം രൂപയും കൂടി വേണം. ഈ നിലവിലുള്ള വണ്ടി കൈമാറ്റം ചെയ്തത് കൂടാതെ അത് നാട്ടുകാർ കൊടുക്കണം, വിശ്വാസികൾ കൊടുക്കണം. ഒരു 18 lakhs കൂടെ ഉണ്ടായാലേ വാങ്ങാൻ ഒക്കത്തുള്ളൂ. CC എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നി CC ഇടാതെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ കർത്താവ് അങ്ങനെ ഒരു പ്രേരണ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മീറ്റിങ്ങിന് ശേഷം വന്ന് വ്യക്തിപരമായിട്ട് കാണാൻ. ഇതിനേക്കാൾ ഭേദം റോഡിൽ ഇറങ്ങി തെണ്ടിക്കൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. പക്ഷെ വിശ്വാസത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും ഇങ്ങനെ ചെയ്യുന്നതുണ്ടല്ലോ, ഒരു കാലത്ത് നിങ്ങളോട് ദൈവം പുറത്തു തരുന്ന ഒരു തെറ്റല്ല, പ്രകൃതി നിങ്ങളോട് പുറത്തു തരുന്ന ഒരു തെറ്റല്ല. കാരണം കുറേ ആളുകൾ ഇങ്ങനെ പാവങ്ങൾ, അവരെ വേഷം കെട്ടിച്ചു കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവരെ അങ്ങ് അടിമയാക്കിയിട്ട് അവരിൽ നിന്ന് പച്ചയ്ക്ക് പരസ്യമായിട്ട് നിന്ന് പണം പിടുങ്ങുന്ന അവസ്ഥയിലേക്ക് കൂടെ നിങ്ങൾ എത്തിയിരിക്കുകയല്ലേ. ഇതിനൊക്കെ ഒരു അറുതിയില്ലേ? ഇതിനൊക്കെ ഒരു നിയമപരമായിട്ട് എന്തെങ്കിലും തടയിടാൻ പറ്റില്ലേ എന്നാണ് ആലോചിക്കുന്നത്. അതായത് ഇവരെ മാനസികമായിട്ട് ബൗദ്ധികമായിട്ട് അടിമകളാക്കിയിട്ട് ചെയ്യുകയാണ്. അവർ പോലും അറിയാതെ അവരെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയുന്നതിന് ഇടയ്ക്ക് ഒരാൾ പറയുന്നത് കേട്ടതാണ്. അത് കേട്ടപ്പോൾ വളരെ കൃത്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒരാൾ ഒരു ഭിക്ഷക്കാരന് ദിവസവും 50 രൂപ വീതം കൊടുക്കുമായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ 50 എന്നുള്ളത് 25 ആയപ്പോൾ ആ ഭിക്ഷക്കാരൻ ചോദിച്ചു, അതെന്താ മാഷേ ഇങ്ങനെ പൈസ കുറഞ്ഞത്? 50 രൂപയല്ലേ തന്നുകൊണ്ടിരുന്നത്? അത് എൻ്റെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് കുറച്ച് ടൈറ്റാണ്, അതാണ് 25 രൂപയാക്കിയതെന്ന് പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ആ 25 എന്നുള്ളത് 10 രൂപയായി. 10 രൂപയായപ്പോൾ വീണ്ടും ആ ഭിക്ഷക്കാരൻ ചോദിച്ചു, വീണ്ടും കുറഞ്ഞല്ലോ, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, എനിക്ക് കുട്ടികളുണ്ടായി. അപ്പോൾ എൻ്റെ ഭിക്ഷക്കാരൻ ദേഷ്യപ്പെട്ട് തിരിച്ചു ചോദിക്കുക, നീ കല്യാണം കഴിക്കുന്നതും അല്ലെ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും കുഞ്ഞുങ്ങളുടെ ചിലവ് കൊടുക്കുന്നതും ഒക്കെ എൻ്റെ പൈസയ്ക്കാണോ എന്ന്. അതായത് അയാൾ ഔദാര്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന പൈസ മറ്റേ ആളെ അധികാരമായിട്ട് കണ്ടു, അയാൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കണ്ടുപോയി ഈ ഭിക്ഷക്കാരൻ. അപ്പോൾ ഈ സഹതാപവും കരുണയും സഹായ മനസ്കതയും ഒക്കെ പ്രകടിപ്പിക്കേണ്ടത് എവിടെയാണ്, എത്രത്തോളം പ്രകടിപ്പിക്കണം, ആ പ്രകടിപ്പിക്കേണ്ടതിൻ്റെ തോത് എത്രത്തോളമാണ് എന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അത് നമുക്ക് കോടാലിയായിട്ട് വരും, അതൊരു തിന്മയായിട്ട് മാറുകയുള്ളൂ. അത് ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ സഹായിക്കുകയാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. അയാളെ സഹായിക്കുകയാണോ ചെയ്യുന്നത്, അയാളെ വഴിതെറ്റിക്കുകയാണോ ചെയ്യുന്നത്? അതായത് കൊടുത്ത് ശീലിച്ചാൽ വാങ്ങിക്കാൻ അയാൾ ശീലിച്ചുകൊണ്ടേയിരിക്കും. എനിക്കെന്നും ആരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ച് അയാൾ ഇരിക്കും. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഭിക്ഷാടനത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഇവിടെ ഈ പാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവർക്കൊക്കെ ആഡംബര ജീവിതം നയിക്കാൻ വിശ്വാസികൾ കൊണ്ടു കൊടുക്കണം. ഈ വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പകുതി എണ്ണത്തിൻ്റെ പ്രശ്നം കടവും രോഗവും ആയിരിക്കും. ഇതായിരിക്കും മെയിൻ ആയിട്ടുള്ള 2 പ്രശ്നങ്ങൾ. അതെങ്ങനെങ്കിലും തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാസ്റ്ററുടെ കീഴിൽ വരുന്നത്. അവിടെ വരുമ്പോൾ പാസ്റ്റർ ഇവരെ ഊറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ കർത്താവ് പ്രേരണ തരുന്നുണ്ടെങ്കിൽ, അതായത് അപ്പോൾ ഇവർ ചിന്തിക്കും, എൻ്റെ മനസ്സിൽ പ്രേരണ തന്നതായിട്ട് പാസ്റ്ററിൻ്റെ മുന്നിൽ പറയണം, അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് ഉണ്ട്, ദൈവം ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം, അപ്പം ഞാൻ എന്തോ നല്ല മഹാനായി തീരും എന്നൊക്കെയുള്ളൊരു ചിന്ത ഇതുങ്ങളിൽ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് ആ ഒരു ഡയലോഗിൻ്റെ തന്നെ ലക്ഷ്യം. എത്രയോ പേര് സഹായിച്ചു കാണും. അതുകൂടാതെ വേറൊരു തെമ്മാടിത്തരം കാണിച്ചത് കാരണം, യേശു വന്ന് ഇയാളോട് സംസാരിച്ചു. വേറൊരു പാസ്റ്റർ പറയാണ് സംസാരിച്ചു, അതിൻ്റെ റെക്കോർഡിങ് ആളുകളെ കേൾപ്പിക്കുകയാണ്, വിശ്വാസികളെ. കർത്താവിനോട് സംസാരിച്ചതാ എന്നെ മുറി വന്ന. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഇതിനൊക്കെ എന്ത് പച്ച മലയാളത്തിൽ തെറി തന്നെ പറയേണ്ട കാര്യമല്ലേ ഈ ചെയ്യുന്നത്? അതായത് യേശു ക്രിസ്തു ഇയാളോട് എന്നിട്ട് പറഞ്ഞു, ചർച്ചിനെ കുറിച്ചോ നീ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ചോ പാസ്റ്റർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് തിന്മയായിട്ട് ആരെങ്കിലും പറഞ്ഞു നടന്നാൽ, അതായത് മോശമാണ് ചർച്ചോ പാസ്റ്ററോ ചെയ്യുന്ന കാര്യങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനും അവൻ്റെ തലമുറയൊക്കെ നശിച്ചു പോകത്തതേ ഉള്ളൂ, അവരെ തിന്മ വിട്ടൊഴിയത്തില്ല എന്ന് യേശു ക്രിസ്തു ഇയാളുടെ അടുത്ത് എന്ന് സംസാരിച്ചു. ആ സംസാരിച്ചത് ഇയാൾ വിശ്വാസികളെ കേൾപ്പിക്കാൻ വേണ്ടി റെക്കോർഡും ചെയ്തത്. അത് വിശ്വസിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇതെന്നോട് യേശു വന്ന് സ്വപ്നത്തിൽ പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് ശബ്ദം ഇയാളുടെ ശബ്ദം തന്നെയാണ്. അത് കേട്ട ഏത് മരപ്പാഴിനും മനസ്സിലാവും. അത് കേൾപ്പിച്ചിട്ട് അവിടെ നിന്ന് അവർ കൈകൊട്ടി അതിന് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ഈ വിശ്വാസികളെന്ന് പറയുന്ന അടിമകൾ.
എന്തൊരു അബദ്ധമാണ് ഈ ചെയ്യുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ, ആർക്കെങ്കിലും ചുമ്മാതെ ദൈവം നമുക്ക് വീട്ടിൽ കൊണ്ട് വെറുതെ പൈസ തരുമോ? ലോട്ടറി അടിച്ച് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? ചുരുക്കം ആളുകളാണ് ഒരു ലോട്ടറി അടിച്ച് പോലും രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലാത്തവരെല്ലാം അധ്വാനിച്ച് നല്ല ഒന്നാന്തരമായിട്ട് രാത്രിയും പകലും കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിതെടുത്തിട്ട് തന്നെയാണ് പല്ലുമുറിയെ തിന്നുന്നവരൊക്കെ ഇരുന്ന് തിന്നുന്നത്. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കുറേ സ്വത്തുണ്ടാക്കി ഇട്ടിട്ടുള്ളവരായിരിക്കണം. എന്നാലും അതും കുറേയൊക്കെ വിറ്റ് മുടിച്ച് പോകത്തതേ ഉള്ളൂ. അതൊന്നും ഒതകത്തില്ല പാരമ്പര്യ സ്വത്തൊന്നും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മാത്രമേ നമ്മുടെ നിൽക്കത്തുള്ളൂ. അങ്ങനെ പൈസ കയ്യിൽ വരികയുള്ളൂ. പൈസ ഉണ്ടാക്കാൻ കുറുക്ക് വഴികൾ തേടുന്നത് ഏറ്റവും അവസാനം നമ്മുടെ നാശത്തിലേ കൊണ്ടിടുകയുള്ളൂ. അല്ലാതെ ദൈവം മുകളിൽ നിന്ന് നമുക്ക് പൈസയുടെ മഴ പെയ്യിക്കും, അത് നമ്മുടെ വീട്ടിൽ കുമിഞ്ഞുകൂടും, അങ്ങനെയൊന്നും വിചാരിച്ചാരും പോകരുതേ. ഈ പാസ്റ്റർമാരുടെ ഉടായ്പ പാസ്റ്റർമാരുടെ കീഴിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഷോർട്ട് കട്ട് തേടുന്ന ആളുകളാണ്. പെട്ടെന്ന് രോഗം മാറണം, പെട്ടെന്ന് പൈസ വരണം, പെട്ടെന്ന് ജീവിതത്തിൽ വിജയിക്കണം, ഒന്നും പഠിക്കാതെ പരീക്ഷ വിജയിക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? സത്യത്തിൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് അന്ധമായ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവത്തിനെ അവഹേളിക്കുകയാണ്. ദൈവം ഇതിനു വേണ്ടി ഇരിക്കുന്ന ആളാണോ ദൈവം എന്നുള്ള സങ്കല്പം? അതാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു ദിവസം കൈ ഉയർത്തി നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കും. അപ്പോൾ ഏത് മതവിശ്വാസപ്പെട്ട ആളുകളാണെങ്കിലും, ഈ പാസ്റ്റർമാരുടെ അടുത്തൊക്കെ ഈ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളുണ്ട്, അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. എന്നിട്ട് വീടുകളിലൊക്കെ പ്രാർത്ഥന വയ്ക്കും. യവന്മാർ പറയുന്ന പൈസയാണ് കൊടുക്കുന്നത്, പറയുന്ന ആഹാരമാണ് കൊടുക്കുന്നത്, അവർക്ക് വേണ്ട സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, പറയുന്ന വണ്ടി വിളിച്ചാണ് അവർ വരുന്നത്, വണ്ടിയുടെ വാടക ഇവർ കൊടുക്കണം. അങ്ങനെ പലതരത്തിലുള്ള ഉടായ്പകൾ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കുറേ പ്രാവശ്യം ഈ പാസ്റ്റർ പറയുന്ന സംഭവങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വീട്ടിൽ പൈസ കുമിഞ്ഞു കൂടുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും അങ്ങനെയുള്ള വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉടായ്പ പാസ്റ്റർമാരുടെ പ്രാർത്ഥന നടക്കുന്ന വീടുകളിലൊക്കെ ചെന്ന് നോക്കണം. ദാരിദ്ര്യം അവിടെ വിട്ടൊഴിയത്തില്ല. കടം കൂടി വരികയുള്ളൂ. അവരുടെ രോഗദുരിതങ്ങൾ കൂടി വരുന്നതേ ഉള്ളൂ. കാരണം ഇവർ വേണ്ടതൊന്നും ചെയ്യാതെ വേണ്ടാത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അസുഖം വന്നാൽ അതിന് ചികിത്സ നേടണ്ടേ? അതിനെയല്ലേ, സയൻസിനെയല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടത്? നമുക്കൊരു പരീക്ഷ വന്നാൽ നമ്മളിരുന്ന് പഠിക്കുകയല്ലേ വേണ്ടത്? കടം വന്നാൽ ജോലി ചെയ്യുകയല്ലേ വേണ്ടത്? ജോലി ചെയ്തത് വീടാനല്ലേ നോക്കേണ്ടത്? നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് ഒട്ടിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിരുന്നാൽ അത് ഏത് മതവിശ്വാസപ്പെട്ടവരാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങ് ജപ്തി അങ്ങ് ഒഴിവാകുമോ? ബാങ്കിൽ ആരെങ്കിലും കൊണ്ട് പൈസ അവിടെ ഇടുവോ നമ്മളറിയാതെ? വല്ല അത്ഭുതവും സംഭവിക്കുമോ? ഇല്ല. അത്ഭുതം എന്ന് പറയുന്ന വാക്കിന് പോലും ഇപ്പോൾ ഒരർത്ഥമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു എന്ന് ചുമ്മാ അന്ധമായിട്ട് ആളുകൾ വിശ്വസിക്കുകയാണ്. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വിചാരിക്കുന്നത് ഞാൻ അവിടെ പാസ്റ്ററുടെ അടുത്ത് പോയത് കൊണ്ട് എനിക്കിത് കിട്ടിയെന്നാണ്. നിങ്ങൾ ജോലിക്ക് പോകാതിരുന്ന് നോക്ക്, നിങ്ങൾക്ക് പൈസ കിട്ടുമോ? ഞാനൊരു പ്രത്യേക മതവിശ്വാസത്തെ ആരുടെയെങ്കിലും വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുകയല്ല. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കുന്നു? നമ്മുടെ പ്രഷർ കൂടുകയാണെന്ന് കണ്ടിട്ട് എങ്ങനെ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ സഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ഇവരുടെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്, തലച്ചോറ് കഴുകി ഇറക്കിയിരിക്കുകയാണ് അവരുടെ കയ്യിലുള്ള പ്രത്യേക മരുന്നുകൊണ്ട്. അതിനങ്ങ് അഡിക്റ്റായി പോയിട്ട് ഇവർ പറയുന്നതെല്ലാം തലയായിട്ട് വിശ്വസിക്കുകയാണ്. 18 ലക്ഷം രൂപയുടെ കാറിന് നിങ്ങളോട് തെണ്ടുന്നവന് എന്തുകൊണ്ട് കർത്താവ് കൊണ്ട് കൊടുക്കുന്നില്ല പൈസ? കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് അതാണോ ജോലി? നിങ്ങൾ എന്തുകൊണ്ട് അതൊന്നും ചിന്തിക്കുന്നില്ല? ഇയാൾ എന്തുകൊണ്ട് ജോലി ചെയ്ത് വാങ്ങിക്കുന്നില്ല? ഇയാളുടെ ജോലി എന്താണ്? എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പൈസ തണ്ടലായിരിക്കും ഇയാളുടെ ജോലി, കൊണ്ട് കൊടുക്കുന്നതാണ് നിങ്ങളുടെയും ജോലി. അങ്ങനെ ആരെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. എവിടെ സഹായിക്കണം, ആർക്ക് പണം കൊടുക്കണം, നമ്മൾ അധ്വാനിക്കുന്ന പണം എവിടെയാണ് ചെലവഴിക്കുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അർഹതയില്ലാത്ത ആളുകൾക്ക് നമ്മൾ അധ്വാനിക്കുന്ന പണത്തിൻ്റെ പങ്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാശം നമുക്ക് തന്നെ സംഭവിക്കുകയുള്ളൂ. അതിൻ്റെ തിന്മ, ഒരുത്തൻ കള്ളുകൂടിയന് നമ്മളൊരു 50 രൂപ കൊടുത്തെന്ന് വെച്ചോ, നമ്മൾ അധ്വാനിച്ചതിൻ്റെ ആ പൈസ കൊണ്ട് അവൻ കള്ളു കുടിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി അവൻ്റെ ഭാര്യയും കൊച്ചിനെ എടുത്തിട്ട് ഇടിച്ചാൽ അവരുടെ കണ്ണുനീരിൻ്റെ ശാപത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കൂടി വരും. കാരണം നമ്മളാണ് ആ പൈസ കൊടുത്തത്, അതുകൊണ്ടാണ് അവന് കുടിക്കാൻ സാധിച്ചത്. ആളും തരവും അറിഞ്ഞ് മാത്രം സഹായിക്കുക, ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ദൈവം എല്ലാവർക്കും ഉള്ളതാണ്, ഒരുത്തൻ്റെയും ഇടനില വേണ്ട. ദൈവത്തിന് ആളുകളെ സഹായിക്കണമെങ്കിലോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിലോ നമ്മുടെ കർമ്മം നല്ലതായിരിക്കണം, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, മറ്റുള്ളവർക്ക് തിന്മ ചിന്തിക്കാതിരിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുക. നമുക്ക് നല്ലതേ വരികയുള്ളൂ, ജീവിതത്തിൽ ഉയർച്ചയെ ഉണ്ടാകുകയുള്ളൂ, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി ഒരുത്തനും കൈക്കൂലി കൊടുത്ത് ഒരുത്തൻ്റെയും ജീവിതം ആർഭാടമാക്കി നമുക്കൊന്നും രക്ഷപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ആരും രക്ഷപ്പെട്ട ചരിത്രവുമില്ല. ദയവ് ചെയ്ത് വിഡ്ഢികളാകാതിരിക്കുക.